ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി സീരീസ് ദി റൈസ് ഓഫ് എ വണ്ടർ വുമൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വളരെ പരിചയമുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് പലപ്പോഴും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, പിന്നെ നമ്മുടെ വർക്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. ചില സമയത്താണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാത്ത പോലെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം സെൽഫ് കെയർ ചെയ്യൂ. പക്ഷേ എന്താണ് ആക്ച്വലി സെൽഫ് കെയർ? നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ആക്ച്വലി സെൽഫ് കെയറും സെൽഫ് ഇൻ്റലിജൻസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ പലരും ചിന്തിക്കുന്നത് സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഒരു വെബ് സീരീസ് ഇരുന്ന് കാണാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷോപ്പിംഗ് ചെയ്യുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ടെമ്പററി ആയിട്ടൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആക്ച്വലി സെൽഫ് ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എനർജി റീഫിൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു 5 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു വീക്കെൻഡ് നമുക്ക് കിട്ടി. പക്ഷേ വീക്കെൻഡിന് ശേഷവും നമ്മൾ എന്തുകൊണ്ടാണ് ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നത്? ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു 2 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അതിൽ നിന്നൊരു 10,000 രൂപ നിങ്ങളോട് ചോദിക്കുന്നു. യു വിൽ ഹാപ്പിലി ഗിവ് അല്ലേ, കാരണം നിങ്ങളുടെ അടുത്ത് ഇത്രയും പൈസയുണ്ട് ആൻഡ് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. അവർ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ 2ഉം 3ഉം തവണ ചോദിക്കുമ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നൗ ഇമാജിൻ നിങ്ങളുടെ കയ്യിലിപ്പം ആകെ ഒരു 20K മാത്രമേ അതിൽ നിന്ന് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഈ 20Kന്ന് വീണ്ടും അവർ ഒരു 10K ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് കൊടുത്ത അതേ ഒരു സന്തോഷത്തോടെ ആണോ കൊടുക്കുക? ഡെഫിനറ്റ്ലി അല്ല അല്ലേ. നിങ്ങൾക്ക് ഉള്ളിലൊരു സ്ട്രെസ്സ് വരും. അയ്യോ, എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ ആകെ ഇതല്ലേ ഉള്ളൂ, ഇതിൽ നിന്ന് കൊടുക്കണമല്ലോ. അങ്ങനെ ആ ഒരു പെയിനോട് കൂടി ബട്ട് സ്റ്റിൽ നിങ്ങൾ കൊടുക്കും. കാരണം നിങ്ങളിങ്ങനെ എപ്പോഴും യെസ് പറഞ്ഞ് ഫൈനലി നിങ്ങൾക്കൊരു നോ പറയാനുള്ള പ്രയാസം ഉള്ള കാരണം ചിലപ്പോൾ നിങ്ങൾ അപ്പോഴും കൊടുക്കും. ഇനി ഈ ഒരു പൈസ നിങ്ങൾ നിങ്ങളുടെ എനർജി ആയിട്ട് റീപ്ലേസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ കുക്കിംഗ്, പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിലെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്തു കൊടുത്ത് ചില പോയിന്റിൽ വളരെ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു. അതായത് വളരെ ഒരു ചെറിയ കാര്യം ചെയ്യേണ്ടുന്നൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണല്ലേ ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ എനർജി ഔട്ട്ഫ്ലോ മാത്രമേ നടക്കുന്നുള്ളൂ, എനർജി ഇൻഫ്ലോ നടക്കുന്നില്ല. അതായത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുമ്പം നമ്മുടെ എനർജി ലോ ആവുന്നതല്ലാണ്ട് ആ ഒരു എനർജി ഹൈ ആക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലോട്ടൊന്നും കൊടുക്കുന്നില്ല. ഇവിടെയാണ് സെൽഫ് കെയറിൻ്റെ ഇമ്പോർട്ടൻസ്. റിയൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കൂട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ്, വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യത്തിലും നമ്മുടെ എനർജി ഇൻഫ്ലോ ഉണ്ടാകുകയും ഒരു എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകാതിരിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ്? വലിയൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു നല്ലൊരു ബോഡി സ്പാ ചെയ്താൽ മാത്രമാണോ നമുക്ക് സെൽഫ് കെയർ ആക്ടിവിറ്റി ആകുന്നത്? അല്ല. നമ്മൾ പലപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു സെൽഫ് കെയർ ആവുന്നുള്ളതാണ്. അല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഓയിൽ മസാജ്, അതൊക്കെ നമുക്ക് വീട്ടിലുള്ള എണ്ണ വെച്ച് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു നേച്ചർ വാക്ക്, ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് ചുമ്മാ നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു മ്യൂസിക് വെച്ച് ഡാൻസ് ചെയ്യാം. അതായത് ഫിസിക്കൽ, എനി സോർട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇനി എന്തെങ്കിലും ആർട്ട് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ചിത്രം വരക്കുക, അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യും. ഞാൻ മിക്കപ്പോഴും എൻ്റെ മോളുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് കളറിങ്. വളരെ സിമ്പിളായിട്ട് സ്ലീപ്പിംഗ് ഓൺ ടൈം, ഈറ്റിംഗ് ഓൺ ടൈം. എനിക്ക് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശീലം ഉണ്ടായിരുന്നു, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു വർക്കിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്ത് തീരുന്നത് വരെ ഞാൻ ഫുഡിനെ പറ്റി ചിന്തിക്കാറില്ല. മിക്കപ്പോഴും ഫുഡ് ഡിലേ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ്, എത്ര തന്നെ ഒരു ഡിഫിക്കൽട്ട് ഡെഡ് ലൈൻ ആണെങ്കിൽ പോലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം അത് നമ്മുടെ എനർജി ഇൻഫ്ലോ കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പം ഞാൻ കൃത്യമായിട്ട് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ എനർജി കൂട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വെബ് സീരീസ് എടുത്ത് വെച്ച് കാണും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി നേരം സ്ക്രോൾ ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഫോണൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്
എല്ലാം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസ് ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. പക്ഷേ അതേസമയം നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുമ്പം, ലാപ്ടോപ്പ് ആണെങ്കിലും ഫോണൊക്കെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പം അത് സെൽഫ് കെയർ ആക്ടിവിറ്റിയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യുക, നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യുക. എപ്പോഴും ഈ രണ്ട് കാര്യങ്ങളും ബാലൻസിങ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സോസ്റ്റഡ് ആവുകയോ ഓവർവെൽഡ് ആവുകയോ ചെയ്യില്ല. സോ ഇന്ന് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഈ നിങ്ങളുടെ എനർജി ഇൻഫ്ലോ തരുന്ന ഒരു ആക്ടിവിറ്റീസും അതിലില്ലെങ്കിൽ നിങ്ങൾ കോൺഷ്യസ്ലി അത് ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും ഭയങ്കര ടയേർഡ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഡെയിലി ടാസ്കിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു റിലീഫായിട്ട് ഞാൻ കണ്ടത് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിലും മൂവി വാച്ച് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കാര്യങ്ങളും എൻ്റെ എനർജി റീഫിൽ ചെയ്യുന്നില്ല, പകരം ഞാൻ കൂടുതൽ ടയേർഡ് ആവുകയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഞാൻ എപ്പോഴാണോ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ചേഞ്ച് വരുത്തിയത്, അപ്പോഴാണ് എൻ്റെ ലൈഫ് മാറിയത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, രാവിലെ കുറച്ച് സമയം പുറത്ത് നടക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുക, ഇതൊക്കെ നമ്മുടെ എനർജി റീഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ സെൽഫ് കെയർ ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എനർജി ഫുള്ളാണെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൾറെഡി ലോ ഇൻ എനർജി ആണെങ്കിൽ നമ്മൾ വളരെ വേദനയോടെ ആയിരിക്കും നമ്മൾ മറ്റൊരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത്. കാരണം ഓൾറെഡി യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് യുവർ എനർജി. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരാൾക്കും കൂടെ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര പെയിനാണ് നമുക്ക്. പക്ഷേ അതേസമയം ഇഫ് യു റീഫിൽ യുവർ എനർജി, യു ക്യാൻ ഹാപ്പിലി ഡു തിങ്സ് ഫോർ അതേഴ്സ്. നിങ്ങളുടെ എനർജി റീഫിൽ ചെയ്യുമ്പം അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിലും അത് റിഫ്ലക്റ്റ് ആവും. സോ ഇന്ന് തന്നെ പ്ലാൻ യുവർ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.